കേരളത്തിലെ ചില വൈസ് ചാൻസലർമാർ RSS ശാഖയിലെ കുഴലൂത്തുകാരാണ് എന്ന് പറയുന്നതിൽ അവർക്ക് നാണക്കേടില്ലെങ്കിലും ആ കസേരയ്ക്കത് നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ വേണ്ട എന്ന വ്യക്തമായ താക്കീതാണ് മുഖ്യമന്ത്രി സതീശൻ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികളുടെ ആശയും പ്രതീക്ഷയുമാകേണ്ടുന്ന VC-മാർ തീവ്രവർഗീയവാദികളുടെ കയ്യിലെ ചട്ടുകങ്ങളാകുന്നത് വലിയ അപകടം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിരിക്കെ അത് മുഖത്ത് നോക്കി പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അങ്ങനെ പറയാതിരുന്ന ഒരു മുഖ്യമന്ത്രി 10 വർഷക്കാലം ഈ കേരളം ഭരിച്ചതാണ് ഇന്ന് സംഘപരിവാറിൻ്റെ സംഘചാലകന് പോലും ഇവിടെ വന്ന് വെല്ലുവിളിച്ച് പോകാനുള്ളൊരവസരം കിട്ടിയിരിക്കുന്നത്. അതിന് കാരണം വേറെയുണ്ട്. പിണറായിയും മകളുമൊക്കെ ജയിലിൽ പോയി കിടക്കാതിരിക്കണമെങ്കിൽ ഈ സംഘപരിവാർ ശക്തികളെ പൂവിട്ട് പൂജിക്കേണ്ടി വരും. എന്നാൽ VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല, അഴിമതി കേസുകളിൽ പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സതീശൻ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ VC-മാർക്കെതിരെ ഇപ്പോൾ തുറന്നടിച്ചത്. മുഖ്യമന്ത്രി നൽകിയ താക്കീത് ഇങ്ങനെയാണ്: RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ചൊരു പ്രഭാഷണ സഭയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി തന്നെ ഞാൻ കാണുന്നു. അതായത് ഗുരുതരമായ വീഴ്ചയാണ് ഈ വൈസ് ചാൻസലർമാർക്ക് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് 100% ഒരു ആദരവുണ്ട്. എന്നാൽ അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് ഈ തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി ഇനി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എത്ര കൊലകൊമ്പന്മാരായാലും അത് അംഗീകരിക്കില്ല, അത് വെച്ചു പൊറുപ്പിക്കുകയുമില്ല. അതുകൊണ്ട് RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണമെന്ന അന്ത്യശാസനമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സതീശൻ VC-മാർക്ക് നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ RSSകാരെ തോന്നിയ പോലെ അഴിഞ്ഞാടാൻ വിട്ടപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP-യെയും സംഘപരിവാറിനെയും ഭയന്ന് കഴിഞ്ഞിരുന്ന പിണറായി വിജയന് കേന്ദ്രത്തിലെ BJP-യെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു VC-മാർക്കെല്ലാം ഇങ്ങനെ വഴിവിട്ട സഹായം നൽകിയിരിക്കുന്നത്. എന്നാൽ ഭരണം മാറി VD സതീശൻ മുഖ്യമന്ത്രിയായത് ഇവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഭരണം കയ്യിന്ന് പോയി അവർ പതിവ് പോലെ 1 മാസം മാത്രമായപ്പോൾ തന്നെ സംഘപരിവാറുകാർ കേരളത്തിൽ ഒരു പരസ്പര വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചതാണിത്. പക്ഷേ RSS അല്ല, ഏത് വർഗീയ സംഘടനയാണെങ്കിലും ഈ ഭരണത്തിൽ അത് നടക്കില്ല എന്ന സന്ദേശമാണ് സതീശൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, മകളുടെ മാസപ്പടിയും മകൻ്റെ ലൈഫ് മിഷനും തൻ്റെ സ്വർണ്ണക്കടത്തും ലാവലിനും അടക്കം പലതിനും ഉത്തരം പറയേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പിണറായിക്ക് BJP-യുടെ കേന്ദ്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നും എന്നാൽ സതീശൻ അതിൻ്റെ ആവശ്യമില്ല എന്നുമുള്ള സൂചനയും അദ്ദേഹം നൽകുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിണറായി സർക്കാർ 5-10 വർഷം കൊണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം RSSനെ പ്രീതിപ്പെടുത്താനാണോ എന്നത് നമ്മൾ കണ്ടു. എന്നാൽ മുഖ്യമന്ത്രി മാറിയതറിഞ്ഞാൽ അവർക്ക് നല്ലത്.